ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കുന്നത് ഗ്രഹങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഗ്രഹങ്ങളിൽ നമുക്ക് ഏറ്റവും റെയറായിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കും, പക്ഷേ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഗ്രഹങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കുക, ആദ്യത്തേത് ഏറ്റവും പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? ബുധൻ. എന്താ പരിക്രമണം എന്ന് പറഞ്ഞാൽ? പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രമണം എന്താണ്? ഭ്രമണം എന്ന് പറയുമ്പം സ്വന്തം ആക്സിസിൽ ഒരു ഗ്രഹം കറങ്ങുക അല്ലേ, അതിനാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുക. പരിക്രമണം ചെയ്യുന്ന ആരാണ്? ഗ്രഹങ്ങൾ ആരെയാണ് പരിക്രമണം ചെയ്യുന്നത്? സൂര്യനെയാണ് പരിക്രമണം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സൂര്യനെയാണ് ഗ്രഹങ്ങൾ പരിക്രമണം ചെയ്യുന്നത്. ഒരു ഗ്രഹം സ്വന്തം സാങ്കല്പിക അക്ഷത്തിൽ കറങ്ങുന്നതിനാ ഭ്രമണമെന്നും, മറ്റൊരു വസ്തുവിനെ ആധാരമാക്കി കറങ്ങുകയാണെങ്കിൽ അത് പരിക്രമണമാണ്. അപ്പോൾ സൂര്യനെയാണ് ഗ്രഹങ്ങൾ എന്ത് ചെയ്യുക? പരിക്രമണം ചെയ്യുക. അപ്പോൾ പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. എന്തുകൊണ്ടാണ് ബുധന് പരിക്രമണ വേഗത കൂടാൻ കാരണം? സൂര്യൻ്റെ തൊട്ടടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ കഴിഞ്ഞാൽ ആരാണ്? ഭൂമി കഴിഞ്ഞാൽ ചൊവ്വ കഴിഞ്ഞാൽ വ്യാഴം കഴിഞ്ഞാൽ ശനി കഴിഞ്ഞാൽ യുറാനസ് കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ. അങ്ങനെ ആകെ എത്ര ഗ്രഹങ്ങളായി? 8 ഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ സൂര്യൻ്റെ തൊട്ടടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധനാണ് അല്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള ആളെ പ്രത്യേകത എന്താ? തൊട്ടടുത്തുള്ള ആളായതുകൊണ്ട് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സൂര്യനെ പരിക്രമണം ചെയ്യാൻ പറ്റും. അതായത് അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് പരിക്രമണ വേഗത കൂടും അല്ലേ. സൂര്യനിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ഗ്രഹങ്ങളുടെ പരിക്രമണ വേഗത എന്ത് ചെയ്യും? കുറയും. സൂര്യനിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ഗ്രഹങ്ങളുടെ പരിക്രമണ വേഗത കുറയും. അപ്പോൾ പരിക്രമണ വേഗത ഏറ്റവും കുറവായിരിക്കും? ഏറ്റവും അകലുള്ള ആൾ ആരെ? നെപ്റ്റ്യൂണിനാണ്. അപ്പോൾ പരിക്രമണ വേഗത ഏറ്റവും കൂടുതൽ ആരാണ്? സൂര്യൻ്റെ തൊട്ടടുത്തുള്ള ഗ്രഹം ആരാണ്? മെർക്കുറി. അപ്പോൾ മെർക്കുറിയുടെ പരിക്രമണ കാലം എത്രയാണ്? 88 ഭൗമദിനങ്ങൾ. പരിക്രമണ കാലം എന്ന് പറഞ്ഞാൽ വർഷം, ഒരു വർഷം. അതായത് സൂര്യനെ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് ഒരു വർഷം അല്ലേ. അപ്പോൾ മെർക്കുറിയുടെ പരിക്രമണ കാലം 88 ഭൗമദിനങ്ങൾ. ഭൂമിയിലെ 88 ദിവസങ്ങൾ. ഭൂമിയിലെ 88 ദിവസമാണ് മെർക്കുറിയിൽ എന്ത്? ഒരു വർഷം. ബുധനിലെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 88 ദിവസം. നമ്മൾ ബുധനിലാണ് താമസിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു 3 മാസമാകുമ്പം, നമുക്കിവിടെ 3 മാസമാകുമ്പം ബുധനിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 വയസ്സാവും. വേഗം എന്തായി കിട്ടും? പ്രായമായി കിട്ടും കേട്ടോ. പക്ഷേ ബുധനിൽ താമസിക്കാൻ പറ്റില്ല. കാരണം ബുധനിൽ എന്തില്ല? ബുധനിൽ അന്തരീക്ഷം ഇല്ല. അപ്പം ബുധനാണ് പരിക്രമണകാലം ഏറ്റവും കൂടിയ ഗ്രഹം. എത്രയാണ്? 88 ഭൗമദിനങ്ങൾ. ഇനി പരിക്രമണ കാലമാണ് എന്ത്? പരിക്രമണ കാലം 88 ഭൗമദിനങ്ങൾ. പരിക്രമണ വേഗതയാണ് എന്ത്? പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ബുധൻ. അതിൻ്റെ പരിക്രമണ കാലം 88 ദിനങ്ങൾ. അതായത് പരിക്രമണ കാലം എന്തായിരിക്കും? പരിക്രമണ വേഗത കൂടുമ്പം പരിക്രമണ കാലം കുറയും. പരിക്രമണ വേഗത കൂടുമ്പം പരിക്രമണ കാലം എന്ത് ചെയ്യും? കുറയും. വർഷം കുറയും. പരിക്രമണ വേഗത കൂടുമ്പം വർഷം കുറയല്ലേ. അപ്പോൾ പരിക്രമണ കാലം എന്ത് ചെയ്യും? കുറയും. ഇനി പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് പരിക്രമണ വേഗത കുറയും. പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. അങ്ങനെ പറഞ്ഞാൽ എന്താ? സൂര്യനെ മെല്ലെ മെല്ലെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? നെപ്റ്റ്യൂൺ. സൂര്യനെ മെല്ലെ മെല്ലെയാണ് പരിക്രമണം ചെയ്യുക. അതുകൊണ്ട് പരിക്രമണ വേഗത ഏറ്റവും കുറവാണ് ഏത്? നെപ്റ്റ്യൂൺ. പരിക്രമണ വേഗത കുറയുമ്പം പരിക്രമണ കാലം കൂടും. മെല്ലെ മെല്ലെ പരിക്രമണം ചെയ്യുമ്പോൾ വർഷം എന്ത് ചെയ്യും? കൂടും അല്ലേ. എത്രയാണ് വർഷം വരിക? പരിക്രമണ കാലം 165 ഭൗമവർഷങ്ങൾ. ഭൂമിയിലെ 165 വർഷങ്ങളാണ് അവിടുത്തെ ഒരു വർഷം. അതായത് ഭൂമിയിലെ 165 വർഷമാണ് അവിടുത്തെ എന്ത്? ഒരു വർഷം. അതായത് ഇവിടെ നിങ്ങളെ ഫ്രണ്ട് നെപ്റ്റ്യൂണിലും നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിന് ഇവിടെ 165 വയസ്സാവില്ല. ഇവിടെ 165 വയസ്സായതായി സങ്കല്പിച്ചാൽ അത് പരിക്രമണകാലം 165 ഭൗമവർഷങ്ങൾ. ഇവിടുത്തെ 165 വർഷമാണ് അവിടുത്തെ ഒരു വർഷം. അവിടെ നിങ്ങളെ ഫ്രണ്ടിന് 1 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര വയസ്സാവും? 165 വയസ്സ്. 165 വയസ്സ് വരെ ജീവിക്കില്ല, പക്ഷെ 165 വയസ്സായി നമുക്ക് സങ്കല്പിക്കാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ 165 വർഷം കഴിയണം അവിടെ എന്താവാൻ? ഒരു വർഷമാവാൻ. അപ്പം എന്താണ് പരിക്രമണ വേഗത? നെപ്റ്റ്യൂണിൻ്റെ പരിക്രമണ കാലം എത്രയാ? പരിക്രമണ കാലം എന്ന് പറഞ്ഞാൽ എന്താ? വർഷം. നെപ്റ്റ്യൂണിലെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 165 വർഷങ്ങൾ. കാരണം എന്താ? മെല്ലെ മെല്ലെയാണെന്ത്?
പരിക്രമണം. ഇവിടെ 165 വർഷം എടുക്കുന്നതിന് സമമാണ് അവിടെ ഒരു വർഷം. ഇവിടെ 165 വയസ്സും അവിടുത്തെ ഒരു വയസ്സും. ഇവിടെ 165 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 165 വർഷം നിങ്ങൾ ജീവിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടിന് അവിടെ എത്ര വയസ്സായിട്ടേ ഉണ്ടാവും? ഒരു വയസ്സായിട്ടേ ഉണ്ടാവും. കാരണം വർഷം ഏറ്റവും കൂടുതൽ ആർക്കാണ്? നെപ്റ്റ്യൂണിനാണ് കേട്ടോ. വർഷം ഏറ്റവും കൂടുതൽ നെപ്റ്റ്യൂണിനും, വർഷം ഏറ്റവും കുറവ് ആർക്കാണ്? ബുധനിൽ വർഷം തന്നെയല്ല, എത്രയാ? 88 ഭൗമദിനങ്ങൾ, ഭൂമിയിലെ 88 ദിവസങ്ങളാണ് വരിക. ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം. ഭ്രമണവേഗത കൂടുക എന്ന് വെച്ചാൽ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം. സ്വന്തം ആക്സിസിലാണ് കറങ്ങല്ലേ, സാങ്കല്പിക അച്ചുതണ്ടിൽ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ഇത്? വ്യാഴം. ഭ്രമണം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? രാവും പകലും. ഒരു ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ രാവും പകലും എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. അപ്പം ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഏത്? വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ ഭ്രമണകാലം എത്രയാ? 9 മണിക്കൂറും 56 മിനിറ്റും. അതായത് വ്യാഴത്തിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മണിക്കൂർ ഏകദേശം. അതായത് 5 മണിക്കൂർ പകലും ഉണ്ടാവും, 5 മണിക്കൂർ രാത്രി ഉണ്ടാവും. അതായത് 9 മണിക്കൂറും 56 മിനിറ്റും കേട്ടോ ഒരു ദിവസം. ഭൂമിയിലെ ഒരു ദിവസം എത്രയാ? ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അതായത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും. അങ്ങനെ റൗണ്ട് ചെയ്യുമ്പം എത്ര വരും? ഭൂമിയുടെ ഭ്രമണം ഒരു ദിവസം 24 മണിക്കൂറാണ്. എന്നാൽ വ്യാഴത്തിലെ ഒരു ദിവസം എത്രയാ? ഏകദേശം 10 മണിക്കൂർ. അതായത് 9 മണിക്കൂറും 56 മിനിറ്റും. 9 മണിക്കൂറും 56 മിനിറ്റും. അതായത് രാവും പകലും ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ഏത്? വ്യാഴം. അപ്പോൾ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഭ്രമണകാലം എന്ത് ചെയ്തത്? കുറഞ്ഞു കിട്ടുന്നത്. അപ്പോൾ രാവും പകലും ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? ദിനരാത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ ഗ്രഹം വ്യാഴം. ഇനി ഭ്രമണവേഗത കൂടിയ ഗ്രഹമാണ് നമ്മൾ പറഞ്ഞത് വ്യാഴം. ഇനി ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശുക്രൻ. മെല്ലെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം. മെല്ലെ ഭ്രമണം ചെയ്യാന്ന് വെച്ചാൽ രാവും പകലും ഏറ്റവും കൂടുതലുള്ള ഗ്രഹം, രാത്രിയും പകലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ഏത്? ശുക്രൻ. ശുക്രനിലെ ഒരു ദിവസം എത്രയാ? ശുക്രനിലെ ഭ്രമണകാലം അല്ലെങ്കിൽ ഒരു ദിവസം, ശുക്രൻ എന്ന് പറഞ്ഞാൽ വീനസ് കേട്ടോ, വീനസിലെ ഒരു ദിവസം 243 ഭൗമദിനങ്ങൾ. ഭൂമിയിലെ 243 ദിവസമാണ് അവിടുത്തെ ഒരു ദിവസം. ഭൂമിയിലെ 243 ദിവസമാണ് ശുക്രനിലെ ഒരു ദിവസം. ശുക്രനിലെ ഒരു ദിവസം ആവണമെങ്കിൽ ഇവിടെ എത്ര ദിവസം കഴിയണം? ഇവിടുത്തെ 243 ദിവസം കഴിഞ്ഞാലേ അവിടെ എന്ത് ചെയ്യൂ? ഒരു ദിവസമാവും. അപ്പോൾ രാവും പകലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക എവിടെയാണ്? ശുക്രനിലാണ്. രാവും പകലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ശുക്രനിലാണ്. ശുക്രൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വർഷം കഴിഞ്ഞാലും എന്ത് കഴിയൂല? ദിവസം കഴിയല. പരിക്രമണത്തിനേക്കാൾ ഭ്രമണത്തിന് സമയം എടുക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അവിടെ വർഷം കഴിഞ്ഞാലും എന്ത് കഴിയല? ദിവസം കഴിയല. കാരണം പരിക്രമണത്തിനേക്കാൾ ഭ്രമണത്തിന് സമയമെടുക്കുന്ന ഗ്രഹമാണ് ഏത്? ശുക്രൻ. അപ്പം ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ. ഭ്രമണകാലം വേഗത കുറയുമ്പോൾ കാലം കൂടും അല്ലേ? അപ്പോൾ ഭ്രമണകാലം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഭ്രമണകാലം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? വ്യാഴാണ്. ശുക്രൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശുക്രൻ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വിപരീതമായിട്ടാണ് കറങ്ങുന്നത്. എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുമ്പം ശുക്രൻ കിഴക്ക് നിന്ന് എങ്ങോട്ടാണ് ഭ്രമണം ചെയ്യുക? പടിഞ്ഞാറോട്ടാണ് ഭ്രമണം ചെയ്യുക. അതുകൊണ്ട് ശുക്രനിൽ സൂര്യൻ ഉദിക്കുക പടിഞ്ഞാറാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും എതിർ ദിശയിൽ കറങ്ങുന്ന ഗ്രഹമാണേത്? ശുക്രൻ.